കേന്ദ്രങ്ങളിലൊക്കെ. ഈ കൊടുങ്ങല്ലൂര് വളരെ പ്രധാനപ്പെട്ട ഒരു ധനാഢ്യനാട് മണപ്പാട് കുഞ്ഞുമുഹമ്മദ് ഹാജി എന്ന് പറയുന്നത്. ഈ മണപ്പാട് കുഞ്ഞുമുഹമ്മദ് ഹാജി SN ട്രസ്റ്റിന് വേണ്ടി SNDPക്ക് വേണ്ടി ഇതുപോലെ തന്നെ 50കളിൽ 25 ഏക്കർ ഭൂമി നൽകിയിട്ടുണ്ട്. ഈ 25 ഏക്കർ ഭൂമി അദ്ദേഹം SNDPക്ക് മാത്രമല്ല നൽകിയത്. ആ കാലഘട്ടത്തിലെ കോളേജുകൾ തുടങ്ങുന്ന NSSനും അദ്ദേഹം ഭൂമി നൽകിയിട്ടുണ്ട്. ശ്രീശങ്കര ഒരു സോപ്പിന്റെ പരസ്യം പറയുന്നത് പോലെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ കാര്യം ചിന്തിക്കുമ്പോൾ. വെള്ളാപ്പള്ളി എവിടെയുണ്ടോ അവിടെ മതവർഗീയ ചിന്തയും മതേതരത്വത്തിന് വിരുദ്ധമായ നിലപാടുകളുമുണ്ട്. ഒരു പൊതുശല്യമായി മാറിയിരിക്കുകയാണ്. തൻ്റെ സമുദായക്കാർ പോലും കമന്റുകളൊക്കെ പരിശോധിക്കുമ്പോൾ പിന്തുണയ്ക്കില്ല എന്ന് മാത്രമല്ല, പണത്തിൻ്റെയും മറ്റു ചില സ്വാധീനങ്ങളുടെയും പിൻബലത്തിലാണ് ഇപ്പോൾ ഈ കമ്മിറ്റിയിൽ തുടർന്നു പോകുന്നത് എന്നാണ്. വലിയ വലിയ ആളുകളിരുന്ന ഒരു സമിതിയാണത്. ചരിത്രത്തിലാദ്യമായി ഒരു മാധ്യമ പ്രവർത്തകന്റെ മൈക്ക് പിടിച്ചു വാങ്ങി തട്ടിയെറിയുക എന്നുള്ള ഒരു വല്ലാത്തൊരു ദുരന്തം നമ്മൾ അദ്ദേഹത്തിന്റെ ചർച്ചയിൽ കാണുകയുണ്ടായി. എത്രത്തോളം അദ്ദേഹത്തിന്റെ മനസ്സ് വിഷലിപ്തമാണെന്നാണ് മനസ്സിലാകുന്നത്. സഹിഷ്ണുത എന്ന് പറയുന്ന വാക്കുകൾ ജീവിതത്തിൽ പരിചയമില്ലാത്ത ആളാണ്. വാസ്തവത്തിൽ ഇദ്ദേഹം ഇപ്പോൾ പൊട്ടിത്തെറിക്കാനുണ്ടായ കാരണം നമ്മുടെ ഈ ഇലക്ഷന് ശേഷമാണ്. കാരണം ഭരണപക്ഷത്തിന്റെ ദയനീയമായ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം വെള്ളാപ്പള്ളിയാണെന്നാണ് പൊതു ചർച്ച. എന്തായിരുന്നാലും എല്ലാവർക്കും ഒരു പാഠമാകട്ടെ എന്ന് കൂടി സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇദ്ദേഹം നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സമുദായത്തിന്റെ നേതാവാണ്. പക്ഷെ മാന്യമായി പ്രാഥമികമായി പോലും സംസാരിക്കാനുള്ള പരിജ്ഞാനം നഷ്ടപ്പെട്ട് അധപ്പതിച്ചു പോയി എന്നതാണ് വർത്തമാനകാലത്തിൽ മലയാളികൾക്ക് പറയാനുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര മോശമായിട്ടാണ് അദ്ദേഹം പിന്നെയും മതവർഗീയവാദത്തെ എടുത്തുദ്ധരിക്കുന്നത്. ഓർക്കാപ്പുറത്ത് നിറകന്തലയ്ക്ക് അടി കിട്ടിയതുപോലെയാണ് റിപ്പോർട്ടർ ചാനലിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ചോദ്യവും അതിന് അദ്ദേഹം വിരളി പിടിച്ച് ആ മൈക്ക് എറിയുന്നത് ഒന്ന് കാണാം. മലപ്പുറത്തുണ്ടോ, വയനാടുണ്ടോ, കാസർഗോഡുണ്ടോ, ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞു പോയി. സ്ഥലം എല്ലാം ഉണ്ട്, അനുവാദം തരണം. സർക്കാരിന്റെ ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ടറെ കുറെ നാളായി നിങ്ങൾ തുടങ്ങിയിട്ട്. മലപ്പുറത്തിന്റെ കണക്ക് പറഞ്ഞ് അവിടെ കാലുകുത്താൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ ഈ വെള്ളാപ്പള്ളിയോട് കൃത്യമായ ചോദ്യം ചെന്നപ്പോൾ അദ്ദേഹത്തിന് മറുപടിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം വിരളി പൂണ്ട് മൈക്ക് തട്ടിയെറിയുകയാണ് ഉണ്ടായത്. പിന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പരിഭവം, അദ്ദേഹത്തിന്റെ മറ്റൊരു വിഷമം എന്ന് പറഞ്ഞാൽ കേരളം ഇന്ന് ഭരിക്കുന്നത് കാന്തപുരം ഉസ്താദിന്റെ അഭിപ്രായത്തിനനുസരിച്ചാണ് എന്നാണ്. വാസ്തവത്തിൽ മുഖ്യമന്ത്രിയുടെ CMന്റെ റൈറ്റ് ഹാൻഡ് ആരാണ്, എവിടെയാണ് അയാളുടെ സ്ഥാനം? ഇത്രയും വലിയ പ്രതിസന്ധികൾ ഈ മലയാളക്കരയെ മലീമസമാക്കിയിട്ട് പോലും ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് വേണ്ടതുപോലെ പ്രതികരണം വരാത്തതിന്റെ കാരണവും പൊതുജനം മുഴുവൻ ആളുകളും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് കൂടിയായിരുന്നു കഴിഞ്ഞ ഇലക്ഷൻ ഉണ്ടായിട്ടുള്ളത്. ഇനി വലിയൊരു ഇലക്ഷൻ വരാനുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഉണർന്ന് ചിന്തിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനെയുള്ള വിഷവിത്തുകളെ എവിടെ നിർത്തണം. നമുക്കൊരു പാരമ്പര്യമുണ്ട്, നമുക്കൊരു സംസ്കാരമുണ്ട്, നമുക്കൊരു സഹകരണമുണ്ട്, നമുക്കൊരു പരസ്പര വിശ്വാസമുണ്ട്, സഹിഷ്ണുതയുണ്ട്, സഹവർത്തിത്വമുണ്ട്. ഇത് നഷ്ടപ്പെടുത്തിയുള്ള ഒരു കളിക്കും ഒരാളും നിൽക്കരുത് എന്നാണ് സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്താനുള്ളത്. കാന്തപുരം ഉസ്താദിന്റെ അഭിപ്രായമനുസരിച്ചാണ് കേരളം ഭരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു വാക്ക് അവിടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇന്ന് വരെ ഒരു നെഗറ്റീവ്, ഒരു മൈനസ് എടുത്തു കാണിക്കാൻ സാധ്യമല്ലാത്ത വലിയ ഒരു സമുദായത്തിന്റെ നേതൃത്വമായ വലിയ ഒരു സംഘടനാ സംവിധാനത്തെ ചിട്ടയോടുകൂടി കൊണ്ടുപോകുന്ന, ഇന്ന് വരെയും ഒരു പെറ്റി കേസ് പോലുമില്ലാത്ത, ഇന്ത്യ കണ്ട അതല്ല ലോകം കണ്ട ഏറ്റവും വലിയ ഒരു സംഘടനാ സെറ്റപ്പിന്റെ അധിപനായി മുന്നോട്ട് പോകുന്ന കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വാക്കുകൾ ആരെങ്കിലും ചെവിക്കൊണ്ടാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് മാനമുണ്ട്, അതിന് യുക്തിയുണ്ട്, അതിന് ബോധമുണ്ട്, അതിന് സമൂഹത്തെ നയിക്കാൻ മാത്രം ശക്തിയുണ്ട് എന്നാണ് ഇപ്പോൾ നിലവിൽ 3ാം കേരള യാത്ര നടത്തുന്ന കേരളത്തിലെ മുസ്ലിമുകൾ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മതങ്ങളും ഒന്നിച്ചൊരുമിച്ച് തെരുവോരങ്ങളിൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന പൂച്ചെണ്ടുകൾ നൽകുന്ന മനോഹരമായ കാഴ്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 16-ന് അനന്തപുരിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് വലിയ മഹാസമ്മേളനം കാത്തിരിക്കുന്നു. കേരള യാത്രയുടെ സമാപനം. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾ ഈ
കേരളത്തിന്റെ ഇട്ടാവട്ടത്ത് ചില വർഗീയവാദം പറഞ്ഞ് മലപ്പുറവും കാസർഗോഡും വയനാടും ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയുമോ, ഇന്ത്യയിൽ പട്ടിണി പാവങ്ങൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന, ഒരു നേരത്തെ അന്നം കഴിക്കാൻ വകയില്ലാത്ത, ജീവിതത്തിൽ ഒരു നല്ല വസ്ത്രം ധരിച്ചിട്ടില്ലാത്ത, ഒരു നേരം രുചികരമായി ജീവിതത്തിൽ ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത, അക്ഷരാഭ്യാസമില്ലാത്ത, പള്ളിക്കൂടത്തിന്റെ തിണ്ണയിൽ ജീവിതത്തിൽ ഒരു തവണ കയറാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലാത്ത, പുസ്തകങ്ങളെ നോക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലാത്ത കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ തെരുവോരങ്ങളിലുണ്ട്, ഗ്രാമാന്തരങ്ങളിലുണ്ട്. നിങ്ങൾക്കറിയുമോ, ഈ മനുഷ്യൻ, ഈ കാന്തപുരം ഉസ്താദ് എന്ന് പറയുന്ന മഹാവ്യക്തി ഇന്ത്യയുടെ മുഴുവൻ സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടത്തിയ വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ ചരിത്രം മിസ്റ്റർ വെള്ളാപ്പള്ളി ഒന്ന് അന്വേഷിക്കൂ. വെടിയൊച്ചകൾ മാത്രം കേട്ടുണരുന്ന കശ്മീരിൽ മാത്രം അക്ഷരവും അന്നവും വിദ്യാഭ്യാസവും നൽകി, സാമൂഹിക ബോധം നൽകി, രാജ്യസ്നേഹികളായി നമ്മുടെ രാജ്യത്തിന്റെ മക്കളെ പടുത്തുയർത്താൻ ഇന്ന് 50ഓളം സ്കൂളുകളാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ കശ്മീരിലുള്ളത്. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവിടെയൊക്കെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ശിഷ്യന്മാരും ഉസ്താദ് പറഞ്ഞയക്കുന്നവരും അവിടെ ചെന്ന് അവിടുത്തെ പ്രതികൂല സാഹചര്യങ്ങൾ അനുഭവിച്ച് അവിടെ വിശപ്പ് സഹിച്ച് ത്യാഗം സഹിച്ച് ഉണ്ണാനും ഉറങ്ങാനും കേരളത്തെ പോലെ സാഹചര്യമില്ലാത്ത അത്രയും സാഹസികമായ ഒരു ഇടത്തിലേക്കാണ് പോകുന്നത് എന്ന ഉറപ്പോടുകൂടി അവിടെ പോയി വിപ്ലവം നയിച്ച് ഈ രാജ്യത്തെ മനോഹരമായി കെട്ടിപ്പടുക്കുന്നതിന്റെ വലിയൊരു ഉദാഹരണം കാലഘട്ടത്തിന്റെ ഇതിഹാസമാണ് കാന്തപുരം ഉസ്താദ്. അതുകൊണ്ട് ഉസ്താദിന്റെ വാക്കുകൾക്ക് ആര് ചെവി കൊടുക്കുന്നോ അത് അഭിമാനകരമാണ് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, ഈ പറയപ്പെട്ട SNDPയുടെ ഏറ്റവും വലിയൊരു സാമ്പത്തിക സ്രോതസ്സും അഡ്രസ്സുമാണല്ലോ SM കോളേജ് അടക്കമുള്ള സംവിധാനങ്ങൾ. ഈ പറയപ്പെട്ട കോളേജ് സംവിധാനത്തിൽ, അതിന്റെ സംസ്ഥാപനത്തിൽ, അത് സ്ഥാപിക്കുന്നതിൽ വലിയ ഒരു പങ്ക് സാമ്പത്തികമായി മുസ്ലിം സമുദായത്തിൻ്റെതുണ്ട് എന്നുകൂടി ശ്രീ വെള്ളാപ്പള്ളി മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിലെ ആദ്യത്തേതും സുപ്രധാനവുമായ എഞ്ചിനീയറിംഗ് കോളേജാകുന്ന TKM കോളേജിന്റെ അധിപനായിരുന്ന തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ എന്ന മാന്യദേഹം SM കോളേജിൽ കാര്യമായി സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട്. കോളേജിന്റെ കമ്മിറ്റിയിൽ പ്രധാന ഭാരവാഹിയായിരുന്നു, സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട്, മറ്റു പല നിലക്കുമുള്ള സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നു മാത്രമല്ല, ആ കാലഘട്ടത്തിൽ വിദേശത്തേക്ക് GCC അടക്കമുള്ള നാടുകളിലേക്ക് പോയി വളരെ കഷ്ടപ്പെട്ട പണം നിങ്ങളുടെ SM കോളേജ് അടക്കമുള്ള സംവിധാനത്തിലേക്ക്, ട്രസ്റ്റിലേക്ക് സഹായം തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തോളിൽ വെച്ച് നടക്കുന്ന സംവിധാനത്തിൽ ഈ സമുദായത്തിന്റെ രക്തവും വിയർപ്പും കൂടി ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ അറിയണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതിനെക്കുറിച്ച് പറയുന്നത് വളരെ കൃത്യമായി നിങ്ങൾക്ക് കേൾക്കാം. മുസ്ലിങ്ങളിലെ വലിയൊരു വിഭാഗം ആ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും തിരുവിതാംകൂർ മേഖലയിൽ, സിംഗപ്പൂരിലും അതുപോലെ മലേഷ്യയിലൊക്കെ ജോലി ചെയ്തിരുന്ന ആളുകൾ, ഇവരുടെ കൂടെ പണം ഉപയോഗിച്ചിട്ടാണ് ആ കാലഘട്ടത്തിൽ SN കോളേജിന്റെ സ്ഥാപനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ SN കോളേജ് സ്ഥാപിക്കുന്നതിൽ മുസ്ലിങ്ങൾക്ക് ഒരു വലിയ പങ്കുണ്ടായിരുന്നു എന്നാണ് ഇതിനർത്ഥം. മാത്രമല്ല, ഇനി നോക്കിക്കഴിഞ്ഞാൽ വേറൊരു കാര്യം കാണാൻ പറ്റും. ഈ 1948 SN കോളേജ് രൂപീകരിച്ചതിന് ശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ 1952 SN ട്രസ്റ്റ് ഉണ്ടാകുന്നത്. ഈ SN ട്രസ്റ്റിന്റെ ട്രസ്റ്റികളിൽ ഒരാള്, അതിന്റെ ഡയറക്ടർമാരിൽ ഒരാള് തങ്ങൾ കുഞ്ഞു മുസ്ലിയാരാണ്. അതായത് ഒരു മുസ്ലിമായിട്ടുള്ള തങ്ങൾ കുഞ്ഞു മുസ്ലിയാരാണ് SN ട്രസ്റ്റിന്റെ ഡയറക്ട് ബോർഡിൽ അംഗമായിരുന്ന ആള്. മാത്രമല്ല, അദ്ദേഹം SNDPയുടെ കൂടെ ഡയറക്ട് ബോർഡിൽ അംഗമായിരുന്നു. നമുക്കറിയാം, G പ്രിയദർശൻ എന്ന് പറയുന്ന വളരെ പ്രമുഖനായിട്ടുള്ള ചരിത്രകാരനാണ്. പ്രത്യേകിച്ചും ഈഴവ സമുദായത്തെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹമാണ് ഈ കാര്യം കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല, കൊടുങ്ങല്ലൂർ, നമുക്കെല്ലാവർക്കും കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട മുസ്ലിം കേന്ദ്രങ്ങളിലുണ്ട്. ഈ കൊടുങ്ങല്ലൂര് വളരെ പ്രധാനപ്പെട്ട ഒരു ധനാഢ്യനാട് മണപ്പാട് കുഞ്ഞുമുഹമ്മദ് ഹാജി എന്ന് പറയുന്നത്. ഈ മണപ്പാട് കുഞ്ഞുമുഹമ്മദ് ഹാജി SN ട്രസ്റ്റിന് വേണ്ടി, SNDPക്ക് വേണ്ടി ഇതുപോലെ തന്നെ 50കളിൽ 25 ഏക്കർ ഭൂമി നൽകിയിട്ടുണ്ട്. ഈ 25 ഏക്കർ ഭൂമി അദ്ദേഹം SNDPക്ക് മാത്രമല്ല നൽകിയത്, ആ കാലഘട്ടത്തിലെ കോളേജുകൾ തുടങ്ങുന്ന NSSനും അദ്ദേഹം ഭൂമി നൽകിയിട്ടുണ്ട്. ശ്രീശങ്കര കോളേജിനും അദ്ദേഹം പണം നൽകി. ചുരുക്കി പറഞ്ഞാൽ, ആ കാലഘട്ടത്തിലെ മുസ്ലിം സമുദായത്തിലെ ധനാഢ്യർ, ആ കാലഘട്ടത്തിലെ സമുദായ സംഘടനകളുടെ സ്ഥാപനങ്ങൾ നടത്തുന്നതിന് വേണ്ടി പണം നൽകിയിരുന്നു എന്നാണ് അതിനർത്ഥം. അത് വെള്ളാപ്പള്ളി നടേശൻ വിചാരിക്കുന്നത് പോലെ മുസ്ലിങ്ങളുടെ ധനാഢ്യർ അതിന് മുടക്കുകയല്ല ചെയ്തത്, അവർ അതിനു വേണ്ടി പണം മുടക്കുകയാണ് ചെയ്തത്. ഇനിയെങ്കിലും നിങ്ങളുടെ പ്രായമെങ്കിലും ചിന്തിച്ച് വായടക്കി
പറയുന്നെങ്കിൽ നല്ലത് പറയുക. നിങ്ങൾ വലിയൊരു സംവിധാനത്തിന്റെ നേതാവല്ലേ? മാന്യമായി സമൂഹത്തോട്, സമുദായത്തോട്, കേരള ജനതയോട്, പ്രത്യേകിച്ച് നിങ്ങളുടെ മുമ്പിൽ മൈക്കുമായി വരുന്ന മാധ്യമ സമൂഹത്തോട് വളരെ സന്തോഷത്തോടെയും മതേതര സ്വഭാവത്തിലും കാന്തപുരം ഉസ്താദൊക്കെ ഈ പത്രസമ്മേളനം നടത്തുന്ന ആ ഒരു സ്വഭാവത്തിൽ ചിരിച്ചുകൊണ്ട് സഭ്യമായി ജനങ്ങളോട് ഇടപെടാൻ പഠിക്കുക എന്ന് മാത്രം തൽക്കാലം ഓർമ്മപ്പെടുത്തി ചുരുക്കുന്നു.